ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇതൊരു കേക്കിൻ്റെ വീഡിയോ ആണ്. ഇതൊരു തീം കേക്കാണ്, ബോസ് ബേബിയുടെ തീം കേക്കാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ബോസ് ബേബിയുടെ ഒരു ക്യാരക്ടർ തീം കേക്കായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, നമ്മൾ ആക്ച്വലി 3 കിലോയുടെ കേക്കായിരുന്നു. അപ്പം നമ്മൾ 3 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ 3ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഒരു കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ, ഒരു ഹാഫ് ടീസ്പൂൺ സോഡാ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും, ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കാരണം അതിനകത്ത് തരികളെല്ലാം മാറി അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ നമ്മൾ 2-3 വട്ടം അത് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതേപോലെ ഒരു അരിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ 4ആയിട്ടാണ് കേക്ക് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും അളവ് എല്ലാത്തിനും സെയിം അളവ് തന്നെ ആയിരിക്കും. 1 kgയുടെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 1 kgക്ക് 4 മുട്ടയാണ്. 1 kg കേക്കിൻ്റെ സ്പഞ്ചിന് 4 കോഴിമുട്ട. ഇത് കോഴിമുട്ട എന്ന് പറയുമ്പം നമ്മുടെ വൈറ്റ് നാടൻ കോഴിമുട്ടയല്ല, മറ്റു വൈറ്റ് അങ്ങനത്തെ ടൈപ്പ് കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. അതിലേക്ക് 4 കോഴിമുട്ടയിലേക്ക് നമ്മൾ ഒരടപ്പ്, ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് എടുത്ത വാനില ഫ്ലേവറിൻ്റെ അടപ്പിന് ഒരടപ്പ് നമ്മൾ ഫ്ലേവർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. കാരണം ആ മുട്ടയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറാനായിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ബീറ്റ് ചെയ്താണ്ടെങ്കിൽ ഒരു ഫ്ലഫിനെസ് പോലെ വരും. ആ മുട്ടയുടെ മഞ്ഞക്കരവും വൈറ്റും കൂടെ ആയിരിക്കും. ചിലവർ രണ്ടും സെപ്പറേറ്റ് ചെയ്തായിരിക്കും ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുമിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും, നല്ല ഫ്ലഫി ആയിട്ട്. ഈ ഫ്ലഫിനെസ് ആണ് നമുക്ക് കേക്കിന് കിട്ടുന്ന ആ ഒരു സ്പഞ്ചിന് കിട്ടുന്ന ഫ്ലഫി എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലഫിനെസ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര അളവാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മൈദ എടുത്ത് 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര, അത് പഞ്ചസാര പൊടിച്ച് ചേർക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് ചേരാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര ആ മുട്ട നല്ലതുപോലെ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ പഞ്ചസാര ഇട്ട് അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ എണ്ണ ആഡ് ചെയ്യണം. അത് ഒരു 250 ml ഒരു കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാൽ ഇതിൻ്റെ കപ്പിന് നമ്മൾ ആ 1/4 കപ്പ് ക്കകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കട്ട കെട്ടാതിരിക്കാനും അതിനകത്ത് അത് നല്ല രീതിയിൽ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇളക്കുമ്പം, അതായത് നമ്മൾ ഈ മൈദ പൊടി ഇട്ടിട്ട് അത് ഇളക്കുമ്പം ഒരു സൈക്ലിക് ഡയറക്ഷനിൽ നമ്മളത് ഇളക്കി കൊടുക്കാനായിട്ട്, അതൊന്ന് കീപ്പ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. കാരണം നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ ഒരു ഫ്ലഫിനെസ് പോകാനും പാടില്ല. നമ്മൾ അതിനകത്തോട്ട് മൈദ മിക്സായി വരികയും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മൈദ മൊത്തത്തിൽ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ആഡാക്കി കൊടുക്കണം. ഒരു കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ചിലവർ ബീറ്റർ യൂസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബീറ്റർ യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ നമുക്കിത് മാനുവലായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഒരു സ്ലോ പ്രോസസ്സിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ആ ബാറ്റർ കുറച്ച് കട്ടിയായി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് കുറച്ച് പാല് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചിലവർ വെള്ളം ഒഴിക്കാറുണ്ട്, നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാല് യൂസ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ ചൂടോടെ, ഭയങ്കര ചൂട് വേണ്ട, ഒരു ചെറിയ ചൂടിൽ ആ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് മൈദ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, നമ്മൾ ആ മൈദ അത്ര ആഡ് ചെയ്യുമ്പോൾ ആ ബാറ്റർ കുറച്ച് നല്ല കട്ടിയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്തോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച സെയിം കപ്പിനാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഒരു 250 ml. ആ 250 ml ആണ് നമ്മൾ പാലെടുത്തിരിക്കുന്നത്. ചിലപ്പം ചില ബാറ്ററിൽ അത്രയും പാല് വേണ്ടതില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നോക്കി നമുക്കത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വരണം. നല്ല ക്രീമി ടെക്സ്ചറായിട്ടിരിക്കണം. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചർ ആയത് നമുക്ക് എന്തായിരിക്കും 1 kgയുടെ ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ടാപ്പ് ചെയ്തെടുക്കണം. ടാപ്പ് ചെയ്യുന്ന വേറൊന്നിനുമല്ല, അതിനകത്ത് ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിവിടെ ചെമ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഓവനൊന്നുമില്ല, ഇത് ചെമ്പിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ചെമ്പിൽ വെച്ചിട്ട് ചെമ്പ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു 15 minutes മുന്നേ നമ്മൾ ഗ്യാസിൽ കട്ടിയുള്ള നല്ല ചെമ്പ് പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കാം ഏറ്റവും ബെറ്റർ. അതിലേക്ക് ഇത് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു 15 minutes കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ചെമ്പ് ചൂടാവും. അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് സിമ്മിലിട്ട് നമുക്കൊരു 30 to 40 minutes നമുക്ക് ഇത് സ്ലോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഹീറ്റ് ചെയ്തെടുത്ത 4 സ്പഞ്ചാണിത്. 4 സ്പഞ്ച് എന്ന് പറയുന്നത് 1 kgയുടെ 2 സ്പഞ്ചും 1/2 kgയുടെ 2 സ്പഞ്ചും. അപ്പോൾ ഇത് 2 ടയർ കേക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ 3 kgയുടെ 2 ടയർ കേക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 1 kgയുടെ 2 സ്പഞ്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, സെയിം അളവിൽ തന്നെ. പിന്നെ 1/2 kgയുടേത് നമ്മൾ സെയിം അളവ്, ആ ഒരു 1 kgയുടെ എടുക്കുക, ഹാഫ് ആക്കി നമുക്ക് 1/2 kgയുടെ ഇതിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്താണ് നല്ല സ്പഞ്ചൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് മെയിൻ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഫില്ലിങ്സ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് കേക്കിൻ്റെ പ്രോസസ്സിങ്ങിൽ പോകാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 2 ടയർ കേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യുക. ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 kg കേക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്ന 1 kg വെച്ചിട്ടുള്ള 2 ബാറ്റർ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ കേക്ക് ആക്കിയിരുന്നത്. അപ്പോൾ അതിൽ ഓരോ പീസിനെ നമ്മൾ 2 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പീസ് ഓൾറെഡി ആ 2 kgക്കകത്ത് നമുക്ക് 4 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4 ആക്കിയത്. അല്ല നമുക്ക് 6 പീസ് വരെ ആക്കാം, പക്ഷേ നമ്മൾ കുറച്ച് കട്ടിക്കായിട്ട് നമ്മൾ 4 പീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും. ഷുഗർ സിറപ്പ് നല്ലതുപോലെ ആഡ് ചെയ്യണം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത നമ്മുടെ ഐസിങ് ക്രീം, അപ്പം ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീമാണ്. അപ്പം അത് നമുക്ക് നല്ലതുപോലെ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവർക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അവർ പറഞ്ഞിരുന്നത്. തീം കേക്ക് ആണെങ്കിലും ഉള്ളിൽ വൈറ്റ് ഫോറസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഈ ക്രീം യൂസ് ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം പല ടൈപ്പ് കാണും, പല കമ്പനിയുടെ കാണും. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഫിയോണയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഫിയോണയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പല ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഏറ്റവും ടേസ്റ്റിയും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫിയോണയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മാംഗോ ക്രഷാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ യൂസ് മാംഗോ ക്രഷ് ആയിരുന്നു കേട്ടോ. അതിൽ ആ വൈറ്റ് ഫോറസ്റ്റിൽ ആ ഒരു ഫ്ലേവർ നമ്മൾ ഒത്തിരി ആഡ് ചെയ്തില്ല, ആ ഒരു ചെറിയൊരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാംഗോ ക്രഷ് യൂസ് ചെയ്തു. പിന്നെ അത് കൂടാതെ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം നമുക്കങ്ങനെ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ചൂടിൻ്റെ ടൈമിൽ ടെമ്പറേച്ചർ അറിയാമല്ലോ, പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ചെറിയ ആ ഒരു കട്ടി കാണും. അപ്പോൾ അതൊരു ഇതാണ്, പെട്ടെന്ന് അലിയത്തുമില്ല. അത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം നല്ലതുപോലെ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.
അപ്പോഴാ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ്, കാരണം നമുക്ക് തീം കേക്ക് ആയതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും ഫോണ്ടൻ്റ് വർക്കുകളാണ് അതിനകത്ത് കൂടുതലും വരുന്നത് തന്നെ. ഫോണ്ടൻ്റ് വർക്ക് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. ഫോണ്ടൻ്റ് അങ്ങനെ അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞങ്ങളിവിടെ കൂടുതലും ഫോണ്ടൻ്റ് വർക്കുകൾ അത്ര പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും ഹെവി ആയിട്ട് വരുന്നില്ല ഫോണ്ടൻ്റ് വർക്ക് എങ്കിൽ പോലും അത്യാവശ്യം ഒരു പരിധി വരെ ഫോണ്ടൻ്റ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലെയർ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 2 ടയർ കേക്കിന് നമ്മൾ ഫസ്റ്റ് ടയറിൽ നമ്മളൊരു 4 ലെയറാണ് ചെയ്യുന്നത്. സെയിം പ്രോസസ്സിങ് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതുപോലെ തന്നെ കേക്കിൻ്റെ ആ ഒരു പീസ് വെക്കുന്നു, അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു, പിന്നെ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മാംഗോ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം പ്രോസസ്സിങ്. മാംഗോ ക്രഷിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഷുഗർ സിറപ്പിന് പകരം പലരും പല രീതിയിൽ സിറപ്പ് ആഡ് ചെയ്യും. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ വെള്ളത്തിനകത്ത് പഞ്ചസാര പൊടിച്ച് പാനിയാക്കി എടുത്തേക്കുവാണ്. പിന്നെ ചിലർ അതിനകത്തേക്കും വാനില എസൻസും ആഡ് ചെയ്യും. അപ്പോൾ വാനിലയുടെ ഭയങ്കര ഫ്ലേവർ ആയിപ്പോവും. പിന്നെ ചിലവർ പാല് വെള്ളത്തിനകത്ത് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് അങ്ങനെ ചെയ്യും. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളിവിടെ ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇതാണ് കുറച്ചും കൂടെ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് 4 ലെയർ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ 4 ലെയർ കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫിനിഷ് ചെയ്തെടുക്കുവാണ്. ലാസ്റ്റ് ക്രം കോട്ട് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് 2 ലെയറാണ്. ഫസ്റ്റ് ബ്ലൂ കാണിച്ചത് മറ്റേ സ്റ്റാർട്ടിങ് ലെയറും ഇത് ടോപ്പ് ലെയറുമാണ്. ഇനി ഞാൻ ഈ എടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ താനേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോസ് ബേബി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് ടോപ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ പ്രിൻ്റ് ആ ഒരു സൈസിലോട്ടാക്കി പ്രിൻ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് ചെയ്യുന്ന ടോപ്പറുകളാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പേഴ്സ് കസ്റ്റമൈസ് കേക്കുകളൊക്കെ അറിയാമായിരിക്കും, കേക്ക് ബേക്കേഴ്സിനൊക്കെ അറിയാവുന്നതായിരിക്കും. കാരണം നമുക്ക് ടോപ്പേഴ്സ് ഒന്നും സമയത്തിനൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത് പ്രിൻ്റ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാനത് വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡോണറ്റിൻ്റെ ബാറ്ററാണ്. ഇത് നമ്മൾ ഒരു 1 അവറോളം നമ്മളത് ആ ഒരു ഇത് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മളത് അടച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് എടുത്ത് ഒന്നും കൂടെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അത് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ. അപ്പം നമുക്കുള്ള കേക്ക് എന്ന് പറയുമ്പം ഈ പറഞ്ഞ 2 ടയർ കേക്കായിരുന്നു. വാനില കസ്റ്റമർ മെയിനായിട്ട് പറഞ്ഞിരുന്നത് അവർക്ക് വാനില ഫ്ലേവർ തന്നെ വേണം, 3 kg തന്നെ വേണം, അതേപോലെ തന്നെ 2 ടയറും ആയിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ അവർക്ക് 4 ഡോണറ്റ്സും അതേപോലെ 4 കപ്പ് കേക്കും എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഡോണറ്റിൻ്റെ മാവല്ല കേട്ടോ. നോർമലി നമ്മളങ്ങനെ 4 ഡോണറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതല്ല. പക്ഷേ നമുക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. സോ ഇത് 4 എണ്ണത്തിൻ്റെ ഡോണറ്റിൻ്റെ ആ ഒരു മാവല്ല കേട്ടോ. ഇതിൽ നമുക്കൊരു 8 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിന് റെഡിയാക്കി എടുക്കുന്നതാണ്. ഈ ഡോണറ്റ് കട്ടറൊക്കെ കിട്ടും കേട്ടോ, അതിൻ്റെ ഷേപ്പറൊക്കെ കിട്ടും. നമ്മൾ ഇതല്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം ഞങ്ങൾ ഈ നമ്മുടെ ഈ ക്രീം മറ്റേ ഷേപ്പൊക്കെ ചെയ്യുന്ന മറ്റേ ഇതുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ്, അതിൽ ഏതോ ഒരു ഷേപ്പർ വെച്ചിട്ടാണ് ചേച്ചി ആ ഉള്ളിലുള്ള നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പിനാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം, ഇപ്പം നമ്മൾ ഈ മാവ് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും, വേറെ ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഈ ഡോ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണയിലിട്ട് പൊരിക്കുമ്പം നമ്മൾ നോക്കേണ്ടത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതായിരിക്കാം ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് ഇത് ബാക്കിയുള്ള ഡോയും കൂടെ നമുക്ക് അപ്പോഴത്തേക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാവ് നല്ല അങ്ങ് സോഫ്റ്റാക്കി എടുക്കുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയാക്കി എടുക്കുകയും ചെയ്യരുത്. അപ്പം ഈ ഒരു സൈസിലാക്കി നമ്മൾ എടുക്കണം. അപ്പം ഈ ഒരു കട്ടിക്കായിരിക്കും എടുക്കേണ്ടത്. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആ മാവ് കുറച്ചും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 8 അല്ല, അറൗണ്ട് 10 ഡോണറ്റ്സിനുള്ള മാവായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. ഇതിൽ 4 എണ്ണം മതി, അവർക്ക് കസ്റ്റമറിന് നമുക്ക് 4 എണ്ണം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നല്ല സിമ്മിലിട്ടേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിലോട്ട് പോയാൽ മതി, നല്ലതുപോലെ ഇതാവരുത്. പക്ഷെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ വേവുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ തീ നല്ല സിമ്മിലിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. ഇത് കാണാം, ഇത് നല്ല രീതിയിൽ തീയിലിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ പൊട്ടൽ പോലെ ഫീൽ ചെയ്യും, നമുക്കത് പൊട്ടൽ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ച് താണ്ടെടുക്കുമ്പോൾ നീ ഒരു നല്ലൊരു ഇതിൽ വരും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊരു ബോസ് ബേബിയുടെ തീമാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂ വൈറ്റ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്ന ആ ഒരു തീം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡോണറ്റിന് എടുത്തിരിക്കുന്ന ക്രീം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലൂ തീം വന്നതുകൊണ്ട് തന്നെ ബ്ലൂവിൻ്റെ ബീഡ്സ് ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഷുഗർ ബീഡ്സ് നമുക്കിത് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കളറിന്, നമ്മൾ ആ ഒരു തീമിന് ഈ കളർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഷുഗർ ബീഡ്സ് തന്നെ പല സൈസിലും പല സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തില്ല, നമ്മളൊരു പാതി പോർഷൻ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ് കേക്കിനും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിപ്പോൾ 1/2 kgയുടെയാണ് നമ്മൾ എടുത്തിട്ടാണ് 1/2 kgക്കുള്ള ബാറ്റർ സെറ്റ് ചെയ്തിട്ട് കപ്പ് കേക്കിന് ആ കപ്പിൽ ഒഴിച്ചാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്കിതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സമയപരിധി ഉണ്ടായിരുന്നു. നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കേണ്ട അവർ കസ്റ്റമറിന് പറഞ്ഞിരുന്ന ടൈമിന് കുറച്ചൊരു ഡിലേ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് എനിക്കിതിനകത്ത് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ് കേക്കും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിരുന്ന ടോപ്പറൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടോപ്പർ സെറ്റ് ചെയ്തത്. ഇപ്പം കുറച്ച് ഒരു അടിപൊളി ഡെക്കറേഷൻ ആയില്ലേ. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനകത്ത് കുറച്ച് പോർഷൻ ഫോണ്ടൻറ്റ് വർക്ക് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണിത്. ഇതും എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ചേച്ചിയാണ് കേക്ക് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസ് അന്നേരം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എടുക്കാൻ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ മാക്സിമം വന്ന് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു, സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.